ഐശ്വര്യ റായുടെ പോലെ തന്നെ പല്ല് എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ച് സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പോകരുത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വേറൊരാളുടെ പല്ലിന്റെ ഷേപ്പോ സൈസോ കളറോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷനോ ചിലപ്പോൾ നിങ്ങൾക്ക് ചേരണമെന്നില്ല. നിങ്ങൾക്ക് ചേരുന്നത് എപ്പോഴും നിങ്ങളുടെ ഫേസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടൂത്ത് ഫോമും സൈസും കളറും പൊസിഷനും ഒക്കെ ആയിരിക്കാം. നമ്മുടെ മുഖത്ത് വരുന്ന ചേഞ്ചസ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പോകരുത്. ഓരോ ആളുകൾക്കും കോസ്മെറ്റിക് ഇൻഡെക്സും എക്സ്പെക്ടേഷൻ ഇൻഡെക്സുകളും ഉണ്ട്. ഈ കോസ്മെറ്റിക് ഇൻഡെക്സിലും എക്സ്പെക്ടേഷൻ ഇൻഡെക്സിലൊക്കെ വളരെ ലോയിൽ കിടക്കുന്ന ആൾക്കാരാണ്. അതായത് ചെറിയ ചേഞ്ചസ് പോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു അബദ്ധമായിട്ട് മാറിയേക്കാം. കാരണം ചില ആളുകൾക്ക് അവരുടെ മുഖത്ത് വരുന്ന ചേഞ്ചസ് നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഗട്ട്സ് ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു കാരണവശാലും സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പോകരുത്. കാരണം നമ്മളിത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾക്ക് തുറന്നു ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ സ്മൈൽ കറക്ഷൻ ചെയ്തതിന് ശേഷം ആരെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണ്, അതായത് ഇത് വേണ്ടായിരുന്നല്ലോ, നിനക്ക് നേരത്തെ എന്തായിരുന്നു കുഴപ്പം, ഇത് എന്തിനാ അതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതിനെ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സ് പറയുകയോ പറയാതെ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് അത് ക്യാരി ഓൺ ചെയ്ത് പോകാനോ പറ്റാത്ത ആൾക്കാരാണ് ഒരു കാരണവശാലും സ്മൈൽ കറക്ഷൻ ചെയ്യരുത്. കാരണം 100 ആളുകളുണ്ടെങ്കിൽ 100 ആളുകൾക്കും 100 അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു സ്മൈൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് യു ആർ റെഡി ടു ഡു ഇറ്റ്, then you have a link in the bio. അത് ക്ലിക്ക് ചെയ്യുക, you will get a form, fill it and we'll help you out.